ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലാകാലത്ത് ഇങ്ങനെയുള്ള തെറ്റുതിരുത്തൽ പ്രവർത്തനം നടത്താറുണ്ട്. ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നടത്താറുണ്ട്. അതുപോലെ ഈ പാർട്ടിക്കകത്ത് ചേർന്നിട്ടുള്ള ഒരു വലിയ സെറ്റ് ആളുകൾ പുതിയ ആളുകളാണ്, അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ തെറ്റായ സമ്പ്രദായങ്ങൾ, ഒട്ടേറെ തെറ്റായ കാഴ്ചപ്പാടുകൾ വളർന്നു വരാൻ ഇടയുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതിനിൽ നിന്ന് എന്താ ശരിയായ കാഴ്ചപ്പാട്, എന്താ ശരിയായ പ്രവർത്തന സമ്പ്രദായം, ഇത് പഠിപ്പിച്ച് ആ നിലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ്, പാർട്ടിയുടെ യോജിപ്പ് കൂടുതൽ ശക്തിപ്പെടുത്തലാണ് ഈ തെറ്റുതിരുത്തൽ. സംസ്ഥാനത്തെ മാധ്യമങ്ങളിലെ തെറ്റുതിരുത്തൽ രേഖ മറ്റ് ചില രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഉദാഹരണം KS മനോജ് ഉയർത്തിയ വിഷയം, അതായത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇത് CPM-ന്റെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരിക്കലും ഒരു മതവിശ്വാസവുമായിട്ട് ഇണങ്ങുന്നതല്ല എന്നുള്ളൊരു ധാരണ. ഈ ഒരുപാട് ഈ രേഖയിൽ മതവിശ്വാസം എന്ന വാക്കേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം മുതൽക്ക് തന്നെ എന്താണോ ഈ കാര്യത്തിൽ ഉള്ളത് അതേ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതെ. ഇത് മാത്രമല്ല, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. മാർക്സിസം എന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ചരിത്രപരമായ ഭൗതികവാദവുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാണുന്നത് മതം മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലാണ് ഉയർന്നു വന്നത്. അതിനിടവരുത്തിയ സാമൂഹ്യ, സാമ്പത്തിക, ആശയപരമായ സാഹചര്യങ്ങൾ ഉള്ളിടത്തോളം കാലം അത് നിലനിൽക്കും എന്ന് ഞങ്ങളുടെ പരിപാടി പറഞ്ഞിട്ടുണ്ട്. ജനകീയ ജനാധിപത്യ വിപ്ലവം നടക്കട്ടെ, ആ വിപ്ലവം നടന്നു കഴിഞ്ഞാൽ ശരി മതമുണ്ടായിരിക്കും. ഈ മത സ്വാതന്ത്ര്യം, മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം, ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ജനാധിപത്യ അവകാശമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ഈ ജനകീയ ജനാധിപത്യ ഗവൺമെന്റ് അടക്കം ഇത് സംരക്ഷിക്കാൻ മുമ്പിൽ നിൽക്കും എന്നതാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഒരു 10, 20, 30 കൊല്ലക്കാലമായി എല്ലാ അനാചാരങ്ങളും എല്ലാ അന്ധവിശ്വാസങ്ങളും ഇന്നത്തെ ലോകത്ത് വളർത്തിക്കൊണ്ടുവരാൻ ഒരു ശ്രമം അതെ നടക്കുന്നുണ്ട്. ഇപ്പോ മുതലാളിത്ത വളർച്ചയുടെ ആരംഭകാലം പരിശോധിച്ചാൽ നമുക്ക് കാണാനാവും, ശാസ്ത്ര ചിന്താഗതി വളർത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ശക്തിയായ മുന്നേറ്റം അക്കാലത്തുണ്ടായി. ഇന്നിപ്പം നമ്മൾ നോക്കൂ, സാമ്രാജ്യത്വത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരിക. ഇന്നിപ്പോ മുമ്പ് കാലത്ത്, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് H.G. വെൽസിന്റെ പുസ്തകമാണ് ലോകത്താകെ വിറ്റഴിച്ചപ്പെട്ടിരുന്നത്, ശാസ്ത്ര പുസ്തകം. ഇന്നിപ്പോ ഹാരി പോട്ടർ സീരീസാണ്, മന്ത്രവാദത്തിന്റെ കഥ. കാരണം ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഴയതെല്ലാം ഇത് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സാർക്ക് ഇതൊക്കെ ഒരുപക്ഷെ CPM-നെ ഒരു പത്മവ്യൂഹത്തിലേക്ക് പെടുത്തുകയാണ്. അല്ല, CPM മാത്രമല്ല, ഇത് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഈ സാമ്രാജ്യത്വവും ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവയെല്ലാം കൊണ്ടുവരികയാണ്. ജനങ്ങളെ ലക്ഷ്യബോധമില്ലാതാക്കാൻ, ജനങ്ങളെ തമ്മിൽ ഒരു സംഘടിത പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള വളരെ സംഘടിതമായ ഒരു ആഗോള നീക്കമുണ്ട്. പക്ഷെ അത് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ CPM വിജയിക്കുന്നു. യഥാർത്ഥം ഇപ്പൊ ചർച്ച ചെയ്യുമ്പോൾ കേരള സമൂഹത്തില് മുഖ്യ പ്രാമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. പക്ഷെ കേരള സമൂഹത്തിലേക്ക് തിരിച്ചടി, നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ. ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്വം CPM. തീർച്ചയായും ഇത് സംബന്ധിച്ച് ശക്തിമത്തായ ആശയ പ്രചാരവേലയുടെ ആവശ്യകതയുണ്ട്. ഈ തെറ്റുതിരുത്തൽ രേഖയുടെ ഒരു ലക്ഷ്യം ഇതാണ്: ഈ ശാസ്ത്രബോധം വളർത്തിക്കൊണ്ടുവരിക, ഈ അന്ധവിശ്വാസത്തെയും അനാചാരങ്ങളെയും എതിർക്കുക. ഈ അന്ധവിശ്വാസത്തെയും അനാചാരങ്ങളെയും ഒഴിവാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞത്. ഇതിന്റെ ഒരു വരെ അതൊന്നും പറഞ്ഞു. ഒന്നുകൂടി ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട്, ഇവിടെ ചർച്ചകൾ വരുമ്പോൾ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് എഴുതിയൊരു ലേഖനം, അത് സംബന്ധിച്ചുള്ള വിവാദം, ഇവിടെ KS മനോജ് ഉയർത്തിവിട്ട ഒരു വിവാദം, ഇതിലൊക്കെ അവസാനമായിട്ട് പറയുന്നത്, അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ CPM അംഗങ്ങൾക്കാകാം, പക്ഷേ ഒരു പ്രത്യേക കമ്മിറ്റി വരെ, ഒരു ഏരിയ കമ്മിറ്റി വരെ. ഏരിയ കമ്മിറ്റി കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും CPM നേതാക്കൾക്ക് പ്രശ്നമല്ല, അതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ ആൾക്കാർ പറയുന്നത്, അതായത് ഒരു മതവിശ്വാസിക്ക് CPM-ൽ പരമാവധി പോകാൻ പറ്റുന്നത് ഒരു ഏരിയ കമ്മിറ്റി വരെയാണ്. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന കമ്മിറ്റി വരെ പോകാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ അപ്പുറത്തുണ്ടല്ലോ എന്നൊരു യുക്തിബദ്ധമായ ഒരു ചോദ്യം. ഇവിടെ ഒന്ന്, വിശ്വാസികളെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നതിന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കേന്ദ്രം വളരെ ബോധപൂർവം സംഘടിപ്പിച്ച ഒരു നീക്കമാണിത്.
ഞങ്ങൾ മതവിശ്വാസത്തെ പറ്റി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടേയില്ല. ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഈ രേഖയിൽ പറഞ്ഞതുമല്ല, 1996 പറഞ്ഞിട്ടുള്ളതാണ്. അതിനു മുമ്പ് എത്രയോ തവണ EMS പറഞ്ഞിട്ടുള്ളതാണ്. അത് ആവർത്തിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോ ഈ റിവൈവലിസം നടക്കുന്നു അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും സംബന്ധിച്ച്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇത് സംഘടിപ്പിക്കാൻ മുമ്പിൽ നിൽക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ശരീരഭാഷയിൽ ഒരു മാറ്റം വരുത്തണമെന്ന്